അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നൗസൂനിപ്പോൾ വട്ടായിപ്പോയി നൗസൂനിപ്പോൾ വട്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പാട്ടിറക്കേണ്ടി ഇരുന്നാൽ തോന്നുന്നത്. കാരണം നൗസൂന് ശരിക്കും വട്ടന്നെയാണ് ഇപ്പോൾ സത്യത്തിൽ. ആകപ്പാടം കണ്ടേ എന്തൊക്കെ പറയേണ്ടതെന്ന് പുറത്തല്ല. കാരണം ഇപ്പോൾ നൗസു പറയുന്നുണ്ട് പിന്നെ അടങ്ങി ഒരുങ്ങി പിന്നെ ഒതുങ്ങിയിട്ട് ഒരുത്തൂടിയിൽ ഇരുന്നാൽ പോരെ, ഇരിക്കണ്ടേ, നിങ്ങൾ ഇരിക്കണം എന്ന് ആര് പറഞ്ഞു എന്ന് നമ്മളെ സുലൈമാൻ സാഹിബ് സുലൈമാൻ ഔലിയ പറഞ്ഞു. ആര് സുലൈമാൻ ഔലിയ പറഞ്ഞാൽ ആരറിയോ? ശംസുലുലമ ആട്ടി അടിച്ചനാടാ ഓനെ, ആട്ടി ഓടിച്ച വിടണം എന്നല്ലേ. അയാളാണ് എന്ത് ചെയ്യണത്, അടങ്ങി ഒതുങ്ങി ഇരിക്കണം തന്നെ. എന്നിട്ട് പിന്നെ നൗഷാദ് പറഞ്ഞെന്താ, അങ്ങനെ ഇരുന്നാൽ പോരായിരുന്നില്ലേ, അത് കേട്ടുകാണ്ടങ്ങോട്ട് ഇരുന്നാൽ പോരായിരുന്നില്ലേ. അതൊന്ന് കേട്ടോ കാണി, നൗഷാദ് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോ കാണി. ഈ ഓട്ടവും പാച്ചിലൊക്കെ നിർത്തിയിട്ട് അവനവന്റെ നഫ്സിന്റെ ഭാഗം നോക്കി ഒന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെ ഇതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നൗസുവിൻ്റെ ഒരു വർത്താനം. കേട്ടില്ല നിങ്ങൾ? ഇതാണ് അവൻ്റെ കോലം. നൗസു പറയണം, നൗസുവിൻ്റെ ഷെയ്ഖ് സുലൈമാൻ ഷെയ്ഖ് പറയണം. സുലൈമാൻ ഷെയ്ഖിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഇനി നമ്മൾ ഇട്ട് തരണം നിങ്ങൾക്ക്. അത് നമ്മളെ കുട്ടിയസൻ താരിമി ഇങ്ങനെ പറയണം, അപ്പോഴേ അതിൻ്റെ രസമുള്ളൂ. കുട്ടിയസൻ താരിമി ഉസ്താദേ നിങ്ങളൊന്ന് പറഞ്ഞാണി. മഹാനവരുടെ കാലത്ത് ആര് വലിയ, ആ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നോ ശംസുലുലമയാണ്. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുലുലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. അവന് വിളിക്കുക. ആരെ വിളിക്കുന്ന? ശംസുലുലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നതാണ്. അവൻ ശംസുലുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയാണ്. ശൈഖനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖന ശംസുലുലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ പറിച്ച ശംസുലുലമയുടെ സിംഹഗർജനമാണ്. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കുക അവനെ. മറിയിൽ ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാൻ എന്റെ ചരിത്രം പറഞ്ഞത് ഇതാണ് AP ഉസ്താദിനോട് ഉപദേശിച്ച ബെൻ്റെ സുലൈമാൻ ഔലിയ. ഇതാണ് സുലൈമാൻ ഔലിയ. അടിച്ചറക്കൂ അവനെ. നൗസോ ഇതാരാ പറഞ്ഞറിയോ? ശംസുലുലമയെ പറഞ്ഞത്. ശംസുലുലമയെ പറഞ്ഞ എനിക്ക് ശംസുലുലമയെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പം മീനങ്ങാടി സുലൈമാൻ പറഞ്ഞത് എന്താണ്? അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണ് ആരോട് പറഞ്ഞത്. അങ്ങനെ ഇരുന്നാൽ പോരായിരുന്നില്ലേ എന്നാണ് നൗഷാദ് ഇപ്പം പറയണത്. എന്നാൽ മടവൂർ ശൈഖുന CM വലിയുള്ള ഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്രേ. ആ പറഞ്ഞ രംഗം എന്താ പറഞ്ഞത് അറിയോ? ഞാൻ നിങ്ങളെ പോലെ അങ്ങോട്ട് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും, എനിക്ക് അങ്ങനെ താല്പര്യമുണ്ട്. അപ്പം മടവൂർ ശൈഖുന പറഞ്ഞോത്രേ, ഇജയങ്ങായി മൂസാ നബിൻ്റെ പണിയെടുത്തോ, ഞാൻ ഖിദർ നബിൻ്റെ പണി ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതാരാ പ്രസംഗിക്കണറിയോ? ഈ നൗഷാദ്. അതും നൗഷാദാണ്, അതും പറയണേ നൗഷാദ് തന്നെ. എന്താ അല്ലേ? വൈക്കാണല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ CM വലിയുള്ളാനെ കാണാൻ പോയപ്പോ അവർ വലിയ നിസ്കാരം ദിക്റുകളൊക്കെയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ എന്ന് CMനോട് ഞാൻ ചോദിച്ചു. അവ പറഞ്ഞു, അത് വേണ്ട, ഞാൻ ഖിദർ നബിയുടെ വഴിയിലാണ്, നിങ്ങൾ മൂസാ നബിയുടെ വഴിയിലും. അതുകൊണ്ട് നിങ്ങൾ പള്ളി മദ്രസ ഉണ്ടാക്കി നിങ്ങളെ വൈക്ക് നിങ്ങൾ നടന്നോളി, എന്റെ വൈക്ക് ഞാൻ. അപ്പൊ എങ്ങനെയുണ്ട്? ഖിദർ നബിൻ്റെ വഴിക്ക് ഞാൻ നടന്നോളാം, മൂസാ നബിൻ്റെ വഴിക്ക് നിങ്ങൾ നടന്നോളി. അഥവാ നിങ്ങൾ പള്ളി മദ്രസ കോളേജുകളൊക്കെ ഉണ്ടാക്കി ദർസൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യണം?
നിങ്ങൾ സജീവമായിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും നിങ്ങൾ ഓടിപ്പായണം. മടവൂർ CM വലിയുള്ളാഹി കാന്തപുരം ഉസ്താദ് അവറുകളോട് പറഞ്ഞു, മടവൂർ പറഞ്ഞു, ഞാൻ ഖിളിർ നബിൻ്റെ പണിയെടുത്തോളാം, ഒരു മൂലയ്ക്ക് ഞാനൊരു സൂപ്പിയായിട്ട് ഇങ്ങനെ കുത്തുന്നോളാം, നിങ്ങൾ ഓടിക്കോളിന്ന്. ഇത് മടവൂർ പറഞ്ഞത്. ശംസുൽ ഉലമ ആട്ടി ഓടിക്കാൻ പറഞ്ഞ മടലെടുത്ത് തച്ചാട്ടണോനെ കള്ളനാണ് എന്ന് പറഞ്ഞ് സുലൈമാൻ ഔലി പറഞ്ഞതോ, അഥവാ കാട്ടുകളുടെ നൗഷാദിൻ്റെ ഷെയ്ഖ്, നൗഷാദിൻ്റെയും അവൻ്റെ ഹാഫിളിൻ്റെയും ഷെയ്ഖ് പറഞ്ഞത് എന്താണ്? നിങ്ങളൊരു തുടിയിൽ ഒതുങ്ങിക്കൂടണം, ഒരു തുടിയിൽ ഒതുങ്ങിക്കൂടണം. എന്നിട്ട് നൗഷാദ് പറഞ്ഞത് എന്താ? അതങ്ങ് കേട്ടാൽ പോരെ ഇരുന്നില്ലേ, അതങ്ങോട്ട് കേട്ടാൽ പോരെ ഇരുന്നില്ലേ. എന്താ ചെയ്യുക? ഈ ഓട്ടവും പാച്ചിലൊക്കെ നിർത്തിയിട്ട് അവനവന്റെ നഫ്സിന്റെ ഭാഗം നോക്കി ഒന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെ ഇതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ ഓട്ടവും പാച്ചിലൊക്കെ നിർത്തിയിട്ട് അവനവൻ്റെ നഫ്സിൻ്റെ കാര്യം നോക്കിയിട്ടൊരു മൂലക്ക ഇരുന്നോളിൻ എന്ന് പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് പറഞ്ഞതാരാ അറിയോ? സുലൈമാൻ ഔലിയ, ശംസുൽ ഉലമ ആട്ടി ഓടിച്ച ആൾ. ഇതിലിപ്പോൾ ഏതാ സത്യം? ഇതിലിപ്പോൾ ഏതാ സത്യം? കേൾക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കി. ശംസുൽ ഉലമ ആട്ടി ഓടിക്കണം അവനെ എന്ന് പറഞ്ഞ് സുലൈമാൻ ഔലിയ പറഞ്ഞതാണോ സത്യം? ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന വലിയുല്ലാഹി CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പറഞ്ഞതാണോ സത്യം? CM വലിയുല്ലാഹി കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്, മുസ്ലിയാരെ നിങ്ങൾ ഒരു തുടിയിൽ ഇരുന്നാൽ പോരാ, നിങ്ങൾ മൂസ നബിൻ്റെ പണിയെടുക്കണം, പ്രബോധനം നടത്തണം, ലോകത്തിൻ്റെ ഒരു തലം മുതൽ മറ്റേ തല വരെ നിങ്ങൾ ഓടിപ്പായണം. സുഫിയാക്കന്മാരെ പണി, ഖിളിർ നബിൻ്റെ പണി ഞാൻ എടുത്തോളം ഒരു മൂലക്ക് ഇരുന്നിട്ട് എന്ന് മടവൂരും പറയണ്, മറ്റേ ആൾ പറയണ് ഇങ്ങനെ ഒരു തുടി ഇരിക്കണം. അത് ഏതാ സത്യം? ഏതാവില്ലേ സത്യം? നിങ്ങളൊന്ന് മനസ്സിലാക്കി. ശംസുൽ ഉലമ ആട്ടി ഓടിക്കണം അവനെ എന്ന് പറഞ്ഞ അയാളാണോ സത്യം? ലോക മുസ്ലിമീങ്ങൾ വലിയുല്ലാഹി എന്ന് വിളിക്കപ്പെടുന്ന CM വലിയുള്ളയാണോ സത്യം? അഥവാ കാട്ടുകള്ളൻ നൗഷാദിൻ്റെയും കുരുവട്ടൂരിൻ്റെയും ഷെയ്ഖാണ് ശംസുൽ ഉലമ ആട്ടി ഓടിക്കണം എന്ന് പറഞ്ഞ സുലൈമാൻ. ആ സുലൈമാൻ ഷെയ്ഖാണ് എന്ത് ചെയ്തിരിക്കണത്? ഒരു തുടിയിൽ പിന്നെ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത്. അതൊരിക്കലും സത്യമല്ലല്ലോ. ഇനി അതൊക്കെ നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. വളരെയധികം ഗൗരവത്തിൽ നാം ചിന്തിക്കണം. പച്ച കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവരൊക്കെ. ഈ നൗഷാദ് രാവിലെ പറഞ്ഞത് ഉച്ചക്ക് പറയില്ല, ഉച്ചക്ക് പറഞ്ഞ് വൈകുന്നേരം പറയില്ല, വൈകുന്നേരം പറഞ്ഞ് ഉറങ്ങാൻ നേരത്ത് പറയില്ല. ഇക്കോലത്തിൽ കളവ് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കുരുവട്ടൂരികൾ മാത്രമാണ്.